ഞങ്ങൾ മാത്രം ശരി, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി, ഞങ്ങൾക്ക് തെറ്റുപറ്റില്ല, മറ്റെല്ലാം തെറ്റാണെന്ന് ഒരു വ്യക്തിക്കോ സമൂഹത്തിനോ തോന്നി തുടങ്ങിയാൽ അതിനെ ഭ്രാന്തെന്നോ മാനസിക രോഗമെന്നോ മൗലികവാദമെന്നോ ഫാസിസമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാം. അതിന് ചികിത്സയില്ല. സ്വയം നശിക്കും എന്നല്ലാതെ പരിഹാരമൊന്നുമില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഘടനവാദികളുടെ മനോനില ആകമാനം തെറ്റിയിരിക്കുന്നു. ചെങ്ങലക്കുടുക്കില്ലാതെ മറ്റൊരു പോംവഴിയും അതിനില്ല. സീറോ മലബാർ സഭയിലെ തർക്കം വിഭജനത്തിലെ അവസാനിക്കൂ എന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. വിമതന്മാർ ഒരു സമവായത്തിനും ഒരുക്കമല്ലെന്ന് വീണ്ടും വീണ്ടും വ്യക്തമാക്കുകയാണ്. സിനഡിന് ശേഷം ഇറങ്ങിയ സർക്കുലർ ഔദ്യോഗികമായി ചെയ്യാവുന്ന ഏറ്റവും വലിയ വിട്ടുവീഴ്ചയാണ്. പക്ഷേ വിമതന്മാർ കൂടുതൽ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഈ മയപ്പെടുത്തിയ തീരുമാനം പോലും അനുസരിക്കില്ലെന്ന് വ്യക്തമാക്കിയതോടെ സമവായ സാധ്യത അടയുന്നു. വിമതർ പുറത്തേക്ക് തന്നെ. ഒരു ചെറു ഹമാസാണ് കുറച്ച് ലോഹ തൊഴിലാളികളും കുറെ അൽമായ അന്തങ്ങളും അടങ്ങുന്ന വിമതപക്ഷം. ആയുധം സ്വന്തമായി ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. സഭാ നേതൃത്വത്തിന് പറ്റിയ പിശക് ഇവർക്കെതിരെ ആദ്യഘട്ടം തന്നെ അച്ചടക്ക നടപടി എടുത്തില്ല എന്നതാണ്. ഒരു ചെറിയ സംഘടന പോലും ഇമാതിരി അച്ചടക്ക ലംഘനം വെച്ച് പൊറപ്പിക്കില്ല എന്ന് നമുക്കറിയാമല്ലോ. കുർബാന എങ്ങോട്ട് തിരിഞ്ഞ് അർപ്പിക്കണമെന്ന താരതമ്യം ലളിതമെന്ന് തോന്നാവുന്ന ഒരു വിഷയമല്ല ഇതിന് പിന്നിലുള്ളത്. പതിറ്റാണ്ടുകളായി എറണാകുളത്തെ അരാജകവാദികളായ വൈറ്റ് നൈറ്റ് യൂണിയൻ ഈ സഭയ്ക്കകത്ത് നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങളാണ് വിഷയം. ഒന്നോർത്തു നോക്കൂ, എന്തൊക്കെ ക്രൂരതകളാണ് ഇവർ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. എത്രമാത്രം ഉണക്കാൻ പ്രയാസമുള്ള മുറിവുകൾ ഇവർ ഉണ്ടാക്കി. ഇവർ വിശുദ്ധ പദവി നൽകി കൊണ്ടാടുന്ന പാറേക്കാട്ടിൽ പിതാവിന്റെ ആത്മകഥയിൽ ലോഹ ട്രേഡ് യൂണിയന്റെ ആദ്യഘട്ടം വിവരിക്കുന്നുണ്ട്. വിമത പ്രവർത്തനങ്ങളുടെ തുടക്കത്തെക്കുറിച്ച് ഇത് സഭയുടെ അടിത്തറ തോണ്ടുമെന്ന് അന്ന് പ്രവചിച്ച അച്ഛന്മാരിൽ ചിലരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പടിയറ പിതാവും വർഗീയവിധേയത്തിൽ പിതാവും പ്രായാധിക്യത്തിന്റെ പരിമിതികൾ ഉള്ളവരായിരുന്നു. അവരെ ചൊൽപ്പിടിക്ക് നിർത്താൻ ഈ ഗൂഢസംഘത്തിന് കഴിഞ്ഞു. വിധേയത്തിൽ പിതാവ് പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും തന്റെ അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇവരെ ഭയപ്പെട്ടിരുന്നു. ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയുമാണ് എറണാകുളത്തെ ബിഷപ്പുമാരെ ഇവർ കൈകാര്യം ചെയ്തിരുന്നത്. സഹായമെത്രാന്മാർ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒതുങ്ങി നിന്നു. ചിലർ നിലനിൽപ്പിനായി കൂടെ കൂടി പതിറ്റാണ്ടുകളായി വിമത റൗഡീസത്തിന്റെ കളിത്തട്ടായിരുന്നു. എറണാകുളം അരമനയും റിന്യൂവൽ സെന്ററും സത്യദീപവും സഭാപരമല്ലാത്ത ആശയങ്ങൾക്കൊപ്പമായിരുന്നു അവരുടെ അബദ്ധസഞ്ചാരം. സത്യദീപത്തിന് വിമത ദീപം എന്ന പേരാവും കൂടുതൽ ഇണങ്ങുക. എല്ലാം ഇവർ തീരുമാനിക്കും. അച്ഛന്മാരുടെ ട്രാൻസ്ഫർ അടക്കം താക്കോൽ സ്ഥാനങ്ങളിലൊക്കെ അവരുടെ ആളുകൾ എതിർശബ്ദം വെച്ച് പൊറപ്പിക്കില്ല. അങ്ങനെയുള്ള അച്ഛന്മാരെ കൊച്ചുപള്ളികളിൽ എന്നും കുടിയിരുത്തും. അങ്ങനെ ഇവർ ഭ്രഷ്ട് കൽപ്പിച്ചും ഊരുവിലക്കിയും മാനസിക രോഗികളാക്കിയ അച്ഛന്മാർ എത്രയോ പേർ. അവരെയൊക്കെ ഈ മാഫിയ ഭയപ്പെടുത്തി ഇന്നും നിശബ്ദരാക്കി വെച്ചിരിക്കുന്നു. ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കില്ലെന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് ആലഞ്ചേരി പിതാവ് നോട്ടപ്പുള്ളിയാകുന്നത്. അദ്ദേഹം ഏൽക്കേണ്ടി വന്നത് കൊടിയ പീഡനവും പരസ്യ അവഹേളനവും രൂക്ഷമായ ആക്രമണങ്ങളുമാണ്. ഒടുവിൽ സ്ഥാനപ്രശ്നമാക്കുകയും വരെയുള്ള ക്രൂരതകൾ ഒക്കെ ഈ മാഫിയയ്ക്ക് കീഴടങ്ങാതെ വന്നതിന് അദ്ദേഹം കൊടുക്കേണ്ടി വന്ന വിലയാണ്. വ്യാജരേഖ കേസ് മാത്രം നോക്കിയാൽ മതി. അതിലെ കുറ്റപത്രം ഒരാവർത്തി വായിച്ചാൽ മതി ഇക്കാര്യം ബോധ്യപ്പെടാൻ. വ്യാജരേഖ ചമച്ചത് വഴി അതിനായി അപലപിച്ച കുടില തന്ത്രങ്ങൾ, അത് വിശ്വസിപ്പിച്ച രീതി, ഇതൊക്കെ ഈ നെറികെട്ടവർ എന്തിനും മടിക്കില്ലെന്നതിന് വ്യക്തമായ തെളിവുകളാണ്. ഭൂമി വിൽപ്പന ആരോപണം ഇതിന്റെ ഒരു തനി ആവർത്തനം തന്നെയാണ്. ഗൂഢാലോചനയിലൂടെ എല്ലാം ആലഞ്ചേരി പിതാവിന്റെ തലയിൽ തന്ത്രപൂർവ്വം കെട്ടിവെച്ചു. കരിയിൽ പിതാവ് നീതിമാനായിരുന്നു. അദ്ദേഹം സ്വബോധത്തിലോ സ്വന്തം ബോധ്യത്തിലോ ഈ അരാജകവാദികളുടെ പക്ഷം പിടിക്കുമെന്ന് അദ്ദേഹത്തെ അറിയാവുന്ന ആരും വിശ്വസിക്കുന്നില്ല. കരിയിൽ പിതാവിന് എന്ത് സംഭവിച്ചു എന്നത് ശരിയായി അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. സംശയാസ്പദമാണ്. ആന്റണി നരികുളം എന്ന വിമത ലോഹാധാരി 3 പേരെ ഒരുമിച്ച് ചതിച്ചതാണ് കരിയിൽ പിതാവിനെ കൊണ്ട് മാർപ്പാപ്പ ജനാഭിമുഖത്തിന് ഇളവ് നൽകി എന്ന സർക്കുലർ ഇറക്കിയത്. കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയ വട്ടമറ്റം അച്ഛനെ ആദ്യം ചതിച്ചു, പിന്നെ മാർപ്പാപ്പയെ, ഒടുവിൽ കരിയിൽ പിതാവിനെ. പിന്നീട് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി വന്ന ആൻഡ്രോസ് പിതാവിനെ ഇവർ അൽമായ മുന്നേറ്റം എന്ന ഭീകരവാദി പോഷക സംഘടനയെ ഉപയോഗിച്ച് അരമനയിൽ വെച്ച് തന്നെ നിരവധി പ്രാവശ്യം ശാരീരികമായി കൈകാര്യം ചെയ്തു. അദ്ദേഹത്തിന് ഇവിടെ വരുന്നത് പോലും ഒടുവിൽ ഭയമായി. അദ്ദേഹത്തെ കൂടുതൽ ഭയപ്പെടുത്തിയത് കരിയിൽ പിതാവിന്റെ അവസ്ഥയായിരുന്നു. എറണാകുളം അരമനയിൽ നിന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നില്ല. വിമതർക്ക് ഏറ്റവും വൈരാഗ്യം അദ്ദേഹത്തോടാണല്ലോ. ഇന്നലെ സമാപിച്ച സിനഡിലും വിമതരുടെ ഡിമാൻഡുകൾക്ക് കീഴടങ്ങരുതെന്നും ഒടുവിൽ അവർ വഞ്ചിക്കുമെന്നും ശക്തിയായി വാദിച്ചത് അദ്ദേഹം മാത്രമാണ്.
വിമത ഭീഷണിയിൽ വിയോജനക്കുറിപ്പ് എഴുതി വിമതരെ ആശ്ലേഷിച്ച 5 മെത്രാന്മാർക്ക് ഇപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം. മാർപ്പാപ്പയ്ക്ക് ആൻഡ്രൂസ് പിതാവ് കൊടുത്ത റിപ്പോർട്ട് വിമതർക്ക് നന്നായി കൊണ്ടിട്ടുണ്ട്. അൽമായ മുന്നേറ്റം എന്ന വിമതരുടെ പോഷക സംഘടനയ്ക്ക് തീവ്രവാദ ഫണ്ടിംഗ് ഉണ്ടെന്ന ആരോപണം കുറെ കാലമായിട്ടുണ്ട്. അത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. കേവലം ഒരു കുർബാന വൈകാരികതയ്ക്കപ്പുറം അവർക്കൊരു ഹിഡൻ അജണ്ട ഉണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ലാത്തതാണ്. അവർക്ക് പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്. ഭൂമി വിൽപ്പന, കുർബാന തർക്കങ്ങളുടെ പേരിൽ ഈ കുലം കുത്തികൾ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ എന്തൊക്കെയാണ്? കർദിനാളിന്റെ കോലം കത്തിക്കൽ, വാസിൽ പിതാവിനെതിരെ കുപ്പിയേറ്, റിലേ സമരങ്ങൾ, മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ കത്തിക്കൽ, കായലിൽ ഒഴുക്കൽ, ബലിവേദി വികൃതമാക്കിയ റിലേ കുർബാന, നിലവാരമില്ലാത്ത പൊതു പ്രസ്താവനകൾ, അങ്ങനെ എത്രയോ വൈകൃതങ്ങൾ. സഭാധികാരികളെ മുഴുവൻ വെല്ലുവിളിച്ച് സമൂഹത്തിന് മുമ്പിൽ സഭയെ ആകമാനം അവഹേളിതയാക്കി, ഹൈറാർക്കി നശിപ്പിച്ച്, അച്ചടക്കം ഇല്ലാതാക്കി, 2 പ്രാവശ്യം കത്തുമുഖേനയും 1 പ്രാവശ്യം വീഡിയോ സന്ദേശത്തിലൂടെയും മാർപ്പാപ്പ നൽകിയ നിർദ്ദേശത്തിന് അവർ പുല്ലുവില പോലും നൽകിയില്ല. അകമ്പുറം അനുസരണക്കേട്, പരിധിയില്ലാത്ത വിഘടനവാദം, ഉളുപ്പില്ലാത്ത പ്രാദേശികവാദം, ഫാസിസ്റ്റുകളെ നാണിപ്പിക്കുന്ന ഫാസിസം, അന്തമില്ലാത്ത അഹന്ത, ഗീബൽസിനെ കടത്തിവെട്ടുന്ന നുണക്കഥാ രചനകൾ. ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇതിലധികം എന്തു വേണം? ഒരു വടവൃക്ഷമായി എറണാകുളത്തെ വിഷവൃക്ഷം വളർന്നിട്ടുണ്ട്. ഇനി ശാഖകൾ അറുത്തുകൊണ്ടായില്ല, വേരോടെ അതിനെ പിഴുതു കളയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ വിഘടനാവാദം സഭയെ മുഴുവൻ പിളർത്തും. രൂപതകളായ രൂപതകളിലൊക്കെ അന്തചിത്രങ്ങൾ ഉണ്ടാകും. പള്ളികൾ വിഭജിക്കപ്പെടും. വിശ്വാസികൾ പരസ്പരം യുദ്ധം ചെയ്യും. വിമതർ സ്വന്തം സഭയുണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അവർ ആഗ്രഹിക്കുന്നത് പോലെ പുറത്തേക്ക് പോകാനുള്ള വഴി ഒരുക്കുക. സ്വയം നശിക്കുന്നവരെ ഇനിയും തടയുന്നത് എന്തിന്? അവർ വിതച്ചത് കൊയ്യട്ടെ.